2026 സൗദി അറേബ്യയുടെ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഇനി സ്വപ്ന പദ്ധതികളുടെ പ്രഖ്യാപനം സൗദി അറേബ്യയിൽ അത്രയധികം ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, വിഷൻ 2030 മൂന്നാം ഘട്ടത്തിന് തുടക്കമാവുകയാണ്. അതായത് ഇതുവരെ പ്രഖ്യാപിച്ച പദ്ധതികളുടെ പൂർത്തീകരണ ഘട്ടത്തിനു കൂടിയാണ് ഇനി തുടക്കമാകാൻ പോകുന്നത്. ഡിസംബർ 2 സൗദി ക്യാബിനറ്റ് 2026 ബജറ്റ് അംഗീകരിച്ചു. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ എണ്ണവിലയുടെ ഇടിവിനിടയിലും ധനക്കമ്മി കുറച്ചു കാണിച്ച ബജറ്റ് സ്വപ്ന പദ്ധതികളുടെ ഭാരം ഇറക്കിവെച്ച് പ്രായോഗിക പദ്ധതികളിലേക്ക് തിരിയുന്ന ഘട്ടത്തിന്റെ സൂചന. ധനക്കമ്മി 165 ബില്യൺ റിയാൽ മാത്രമായിരിക്കും. GDPയുടെ 3.3%. 2025 245 ബില്യൺ റിയാലായിരുന്നു ധനക്കമ്മി. അതായത് GDPയുടെ 5.3%. ഇത് ഒരു വർഷം കൊണ്ട് 1/3 ചുരുങ്ങി. എണ്ണയിൽ നിന്നുള്ള സൗദിയുടെ വരുമാനം ഇടിയുന്നതാണ് പുതിയ ട്രെൻഡ്. ഇത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ബാരലിന് $90 ലഭിച്ചാൽ മാത്രമേ സൗദി അറേബ്യക്ക് ബജറ്റ് കമ്മി നികത്താനാകൂ. പക്ഷെ നിലവിലെ വില നിൽക്കുന്നത് $60. അതേസമയം എണ്ണ ഇതര വരുമാനം വർദ്ധിക്കുന്നത് സൗദിയുടെ ബജറ്റിൽ വ്യക്തമാണ്. വരുമാനം ബജറ്റ് വഴി നേടേണ്ട ലക്ഷ്യത്തിന് 7.8% താഴെയാണ്. എണ്ണവില കുറഞ്ഞതും ഉൽപാദനം കുറഞ്ഞതും ഇതിന് കാരണമാണ്. ചിലവ് 4% കൂടിയതും എടുത്തു പറയണം. പക്ഷേ സൗദി തളർന്നിട്ടില്ലെന്നാണ് ധനമന്ത്രി മുഹമ്മദ് അൽ ജദ്ആൻ വ്യക്തമാക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇത് ഞങ്ങൾ തിരഞ്ഞെടുത്ത കമ്മിയാണ് എന്നാണ്. എന്ന് മാത്രമല്ല, ചിലവ് വർദ്ധിക്കുന്നത് 2028 വരെ തുടരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ആകെ ചിലവ് 1.31 ട്രില്യൺ റിയാൽ ആകുമെന്നാണ് പ്രതീക്ഷ. 2025 1.34 ട്രില്യണിനേക്കാൾ കുറവ്. വരുമാനം 2025 1.1 ട്രില്യണേക്കാൾ വർദ്ധിച്ച് 1.15 ട്രില്യൺ റിയാലാകും. ബജറ്റിലൂടെ സൗദി അറേബ്യ നടത്തുന്ന മറ്റൊരു പ്രഖ്യാപനം കൂടി ശ്രദ്ധ നേടി. വിഷൻ 2030 ലക്ഷ്യങ്ങളിൽ ഭൂരിഭാഗവും രാജ്യം നേടി എന്നതാണത്. 2016 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ആരംഭിച്ച ഈ പദ്ധതി സൗദിയുടെ മുഖം മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർഷം, അതായത് 2026 മുതൽ വിഷൻ 2030 മൂന്നാം ഘട്ടം തുടങ്ങുകയാണ്. മുതൽ സൗദിയിൽ ഇനി എണ്ണമറ്റ വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകില്ല. പകരം നിലവിലുള്ളവയിൽ നിന്ന് പരമാവധി ഫലം പിഴിയുന്ന കാലമാണ്. എന്നുവെച്ചാൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തിയാക്കി അതിന്റെ നേട്ടം കൊയ്യാൻ പോകുന്ന കാലമെന്ന് ചുരുക്കം. സൗദി അവരുടെ സ്വപ്ന സാക്ഷാത്കാരമായ വിഷൻ 2030 എത്താൻ 4 വർഷം ബാക്കി നിൽക്കെ ചിലവിന്റെയും വരവിന്റെയും ദിശ തന്നെ മാറുകയാണ്. $925 ബില്യൺ ആസ്തിയുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഇനി വൻ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങളിൽ നിന്നും പതിയെ പിൻവലിയും. പകരം ലോജിസ്റ്റിക്സ്, ധാതു നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മത ടൂറിസം എന്നിവയിലേക്ക് തിരിയുമെന്നാണ് സൂചന. ധനമന്ത്രി പറയുന്നത് ഇതാണ്: കഴിഞ്ഞ 3 വർഷവും ചിലവിന്റെ തോത് ഒരുപോലെയായിരുന്നു. ഇനി തോത് നോക്കുന്നില്ല, എന്തിന് ചിലവഴിക്കുന്നു എന്ന് മാത്രമാണ് നോക്കുക. സർക്കാരും ഏകദേശം $1 ട്രില്യൺ മൂല്യമുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും ചേർന്ന് സൗദിയിലെ നിലവിലുള്ള പദ്ധതികളുടെ സ്ഥിതികൾ വിശകലനം ചെയ്തിട്ടുണ്ട്.
ഇതോടെ നിയോം, റെഡ് സീ ഉൾപ്പെടെ വൻകിട പദ്ധതികൾ പുനർനിർണയത്തിലാണ്. നിയോമും സിന്താലയും റെഡ് സീയും ഉൾപ്പെടെയുള്ള പേരുകൾ തന്നെ 2026 ബജറ്റിൽ ഇല്ല എന്നതും ശ്രദ്ധേയമായ കാര്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ലക്ഷ്യം നേടാൻ പദ്ധതികൾ പുനഃക്രമീകരിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അതായത് വേഗത്തിൽ സാമ്പത്തിക നേട്ടം സൃഷ്ടിക്കാവുന്ന പദ്ധതികളിലേക്കാകും ഇനി നോട്ടമെന്ന്. (2026) ബജറ്റിൽ ഒരൊറ്റ വ്യക്തമായ ലക്ഷ്യം മാത്രം കാണാം. അമിതമായ ആവേശങ്ങൾക്കപ്പുറം കൂടുതൽ യാഥാർത്ഥ്യ ബോധ്യത്തോടെ രാജ്യം നീങ്ങുമെന്ന്. അതിൽ തെളിയുന്നവയിൽ കായിക പദ്ധതികളും സ്റ്റേഡിയങ്ങളുമുണ്ട്. മക്ക മദീന വികസനവും ടൂറിസവുമുണ്ട്. എക്സ്പോയും ലോജിസ്റ്റിക്സ് മേഖലയുമുണ്ട്. കായിക ലോകം സൗദിയിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഘട്ടമാണിത്. 2034 ഫിഫ വേൾഡ് കപ്പ്, 2027 ഏഷ്യൻ കപ്പ്, 2030 റിയാദ് എക്സ്പോ, ഇ സ്പോർട്സ് വേൾഡ് കപ്പ്, ഇവക്കായി വൻ നിക്ഷേപം സൗദിയിലേക്ക് എത്തും. റിയാദിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിമിംഗ് അരീനകളും ഉയരുകയാണ്. സൗദി പ്രോ ലീഗ് ഇപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ലീഗുകളിൽ ഒന്നാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ വഴി മാത്രം സൗദിയിലേക്ക് എത്തിച്ചത് സ്പോൺസർഷിപ്പും മീഡിയ റൈറ്റ്സും വഴി ബില്യണുകളുടെ വരുമാനമാണ്. ടെന്നീസ്, ഗോൾഫ്, ഫോർമുല ഇ, ബോക്സിംഗ് എല്ലാം സൗദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കായികം ഇനി സൗദിക്ക് വെറും കളിയാകില്ല. സൗദി വരുമാനത്തിന്റെ വമ്പൻ എഞ്ചിനായത് മാറ്റുമെന്നാണ് ധനമന്ത്രി പറയുന്നതിന്റെ ചുരുക്കം. സൗദി അറേബ്യയിലേക്ക് കായിക പരിപാടികൾ കാണാനെത്തുന്ന വിദേശികളുടെ എണ്ണം പെരുകുന്നതും കാണാം. സൗദിയുടെ പൊതുകടം 2025 അവസാനത്തോടെ 1.5 ട്രില്യൺ റിയാൽ ആകുമെന്നാണ് കണക്കുകൂട്ടൽ. അതായത് GDP-യുടെ 31.7%. ഇതിപ്പോഴും താരതമ്യേന കുറവാണ്. റിസർവുകളിൽ തൊടില്ലെന്നും സൗദി പറയുന്നു. ഏക വെല്ലുവിളി ഇടിയുന്ന ക്രൂഡ് ഓയിൽ വില മാത്രമാണ്. അത് മറികടക്കാനാണ് നിയോം ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് പകരം അതിവേഗം പണം കണ്ടെത്താവുന്ന പദ്ധതികളിലേക്ക് സൗദി കടക്കുന്നത്. പുതിയ ബജറ്റിൽ ഒരു കാര്യം എണ്ണപ്പാട പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു രാജ്യം എണ്ണയുടെ നിഴലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബജറ്റാണിത്. സ്വപ്നങ്ങളുടെ മായിക ലോകം വിട്ട് പതുക്കെ പ്രായോഗിക ടൂറിസം, ലോജിസ്റ്റിക്സ്, കായിക പദ്ധതികളിലേക്ക് സൗദി വഴിമാറുകയാണ്. പ്രഖ്യാപനങ്ങൾക്ക് ഇനി കാത്തിരിക്കേണ്ട. പകരം ഇതിനകം പ്രഖ്യാപിച്ചവ റിയാദിന്റെയും ഇതര നഗരങ്ങളുടെയും തെരുവിൽ ഉയരുന്നത് കാണാം. ഇതിലേക്ക് വിദേശികൾക്കും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇതാണ് ബജറ്റും ഭരണകൂടവും പറയുന്നത്. ഇടിയുന്ന എണ്ണവില മാത്രം അവിടെ ക്രൂഡ് ഓയിലിന്റെ നിറം പോലെ ഇരുണ്ടു നിൽക്കുന്നുണ്ട്.